നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. രാത്രിയുടെ 17ാമത്തെ കാറ്റ് വീശാൻ തുടങ്ങുമ്പോൾ നീ ഈ മണ്ണ് വിട്ടുപോകും. ഒരിക്കലും തിരിച്ചുവരവില്ലാത്തൊരു യാത്ര. ഒന്നിനും നിന്നെ തിരികെ വിളിക്കാൻ ആകില്ല. സ്വന്തം മരണം ഇങ്ങനെ കുറിച്ചിട്ട് കഥയുടെ ഗന്ധർവൻ മടങ്ങിയിട്ട് ഇന്നേക്ക് 33 വർഷങ്ങൾ പിന്നിടുകയാണ്. ജീവിച്ചിരുന്ന കാലത്തിന്റെ ഇരട്ടിയിലേറെയാണ് പത്മരാജനെ ഇന്ന് മലയാളികൾ കൊണ്ടാടുന്നതും. തൂവാനത്തുമ്പികളിലെ മണ്ണാർതൊടി ജയകൃഷ്ണനും ക്ലാരയും, കൂടെവിടയിലെ ക്യാപ്റ്റൻ തോമസ്, മൂന്നാം പക്കത്തിലെ അപ്പൂപ്പനും കവലയും, പെരുവഴി അമ്പലത്തിലെ രാമൻ, ദേശാടന കിളികൾ കരയാറില്ല എന്ന സിനിമയിലെ നിമ്മി, ശാലിനിയുടെ കൂട്ടുകാരിയിലെ ശാലിനി, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലെ സോളമനും പോൾ പൈലോക്കാരനും സോഫിയയും, കള്ളൻ പവിത്രനിലെ പവിത്രൻ, രതിർ നിർവേദത്തിലെ രതിച്ചേച്ചി. ഉയരങ്ങളിലേക്ക് പറന്നകന്ന ഗന്ധർവനെ നോക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന കഥാപാത്രങ്ങളാണ് ഇവയെല്ലാം. ശക്തമായ ഭാഷ, അനായാസമായ എഴുത്തിന്റെ ഒഴുക്ക്, ആരെയും പിടിച്ചിരുത്തുന്ന ഭാവാത്മകത. പത്മരാജൻ രചനകൾ വർണ്ണനയ്ക്കും അതീതം തന്നെയാണ്. പ്രണയവും രതിയും പകയും പ്രതികാരവും ഇത്ര മനോഹരമായി സമന്വയിപ്പിച്ച തിരക്കഥകൾ മലയാളത്തിൽ ഉണ്ടായത് വളരെ വിരളമായിട്ട് മാത്രമാണ്. അങ്ങനെ മറക്കാനാവാത്ത കഥാപാത്രങ്ങളെ കോർത്തിണക്കിയ ഒരുപിടി നല്ല ചിത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചത് പത്മരാജന്റെ തിരക്കഥകൾ തന്നെയായിരുന്നു. പത്മരാജൻ ചിത്രങ്ങൾ കാലത്തെ അതിജീവിക്കുന്നതും അതുകൊണ്ട് തന്നെ. 46 വയസ്സുവരെ നീണ്ടുനിന്ന പത്മരാജന്റെ സാഹിത്യ ചലച്ചിത്ര പ്രവർത്തനങ്ങൾക്കിടയിൽ ഒട്ടനവധി ചെറുകഥകൾ, 30ലേറെ നോവലുകൾ, സ്വന്തം തിരക്കഥയിൽ 18 സിനിമകൾ, കൂടാതെ മറ്റു സംവിധായകർക്ക് വേണ്ടി ഒരുക്കിയ 20ഓളം തിരക്കഥകൾ. എല്ലാ അർത്ഥത്തിലും മലയാളി മനസ്സുകളിൽ തിളങ്ങി നിന്ന ഗന്ധർവൻ തന്നെയായിരുന്നു പത്മരാജനെന്ന് പറയാം. മലയാളികൾ നെഞ്ചോട് ചേർത്തുവച്ച ഗന്ധർവൻ. 1945 മെയ് 23 ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്ത് അനന്തപത്മനാഭൻ പിള്ളയുടെയും ദേവകിയമ്മയുടെയും 6ാമത്തെ മകനായാണ് പത്മരാജൻ ജനിക്കുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് രസതന്ത്രത്തിൽ ബിരുദവും എടുത്തു. ഇതോടൊപ്പം തന്നെ ചേപ്പാട് അച്യുതൻ വാര്യരിൽ നിന്ന് സംസ്കൃതവും സാഹിത്യമാക്കി. 1965 തൃശൂർ ആകാശവാണിയിൽ അദ്ദേഹം അനൗൺസറായി ജോലിക്ക് ചേർന്നു. സിനിമാ രംഗത്ത് സജീവമായതിനെ തുടർന്ന് മാത്രമാണ് ആകാശവാണിയിലെ ആ ഉദ്യോഗം അദ്ദേഹം സ്വമേധയാ രാജിവെക്കുന്നത്. പിന്നീട് തിരുവനന്തപുരത്തുള്ള പൂജപ്പുരയിലെ സ്ഥിരതാമസക്കാരനായി പത്മരാജൻ മാറുകയായിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലത്തു തന്നെ പത്മരാജന്റെ ശ്രദ്ധ കഥകളിലേക്ക് തിരിഞ്ഞിരുന്നു എന്ന് പറയാം. കൗമുദി വാരികയിൽ പ്രസിദ്ധീകരിച്ച ലോല മിസ് ഫോർഡ് എന്ന അമേരിക്കൻ പെൺകിടാവ് എന്ന കഥയാണ് പത്മരാജന്റെ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ രചന. ആകാശവാണിയിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ച ശ്രദ്ധേയമായ ചെറുകഥാ സമാഹാരങ്ങളാണ് അപരൻ, പ്രഹേളിക, പുകക്കണ്ണട എന്നിവ. കഥാരചനയിലെ വൈഭവം നോവൽ രചനയിലേക്ക് പത്മരാജനെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയാം. 1971 എഴുതിയ നക്ഷത്രങ്ങളെ കാവൽ എന്ന നോവൽ ഏറെ ശ്രദ്ധേയവുമായിരുന്നു. ആ വർഷത്തെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ഈ കൃതിയോടെ പത്മരാജനിലേക്ക് എത്തിച്ചേർന്നു. പിന്നീട് വാടകയ്ക്കൊരു ഹൃദയം, ഇതാ ഇവിടെ വരെ, ശവവാഹനങ്ങളും തേടി തുടങ്ങിയ നോവലുകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഉദകപ്പോള, മഞ്ഞുകാലം നോറ്റ കുതിര, പ്രതിമയും രാജകുമാരിയും തുടങ്ങിയ നോവലുകൾ ചലച്ചിത്ര രംഗത്ത് പ്രസിദ്ധനായതിനു ശേഷം അദ്ദേഹം രചിച്ചവയാണ്. പെരുവഴി അമ്പലവും രതിർ നിർവേദവും തുടങ്ങിയവയാണ് പത്മരാജന്റെ പ്രശസ്തമായ മറ്റു നോവലുകൾ. 1975 എഴുതിയ പ്രയാണമാണ് പത്മരാജന്റെ ആദ്യ തിരക്കഥ. ഭരതന്റെ സംവിധാനത്തിൽ ആ വർഷം തന്നെ പുറത്തിറങ്ങിയ ചിത്രം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു. മലയാള മധ്യവൃത്തി സിനിമയുടെ ചുക്കാൻ പിടിച്ച ഭരതൻ പത്മരാജൻ കൂട്ടുകെട്ടിനും ഈ സിനിമയോടെയാണ് തുടക്കം കുറിക്കപ്പെടുന്നത്. പെരുവഴി അമ്പലത്തിലെ ചലച്ചിത്ര ആവിഷ്കാരത്തിലൂടെ സംവിധായകനായ പത്മരാജൻ സ്വന്തമായി സംവിധാനം ചെയ്ത ചിത്രങ്ങൾ ഉൾപ്പെടെ 36 തിരക്കഥകൾ രചിച്ച് ദേശീയവും അന്തർദേശീയവുമായ നിരവധി ബഹുമതികളാണ് സ്വന്തമാക്കിയത്. ഭരതന്റെയും KG ജോർജിന്റെയും കൂടെ മലയാള സിനിമയുടെ വളർച്ചയ്ക്കായി ഒരു സിനിമാ വിദ്യാലയം തന്നെ പത്മരാജൻ തുടങ്ങുകയുണ്ടായിരുന്നു. ഇത് കലാസിനിമയെയും വാണിജ്യ സിനിമയെയും ഒരുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി മാത്രമായിരുന്നു. ഭരതനുമായി ചേർന്ന് പത്മരാജൻ പ്രവർത്തിച്ചിട്ടുള്ള സിനിമകളെല്ലാം സമാന്തര സിനിമയുടെയും വാണിജ്യ സിനിമയുടെയും ഇടയിൽ നിൽക്കുന്നത് എന്ന അർത്ഥത്തിൽ മധ്യവൃത്തി സിനിമ എന്ന് അറിയപ്പെടുകയുണ്ടായി. 36 ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയ പത്മരാജൻ 18 ചലച്ചിത്രങ്ങൾ സംവിധാനവും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാൻ ഗന്ധർവൻ എന്ന പ്രശസ്തമായ സിനിമയുടെ പ്രിവ്യൂ കാണാൻ കോഴിക്കോടെത്തിയ പത്മരാജൻ പിന്നീട് തിരിച്ചു മടങ്ങിയിട്ടില്ല. 1991 ജനുവരി 24 രാവിലെ അവിടുത്തെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിലായിരുന്നു അദ്ദേഹത്തെ കണ്ടെത്തിയത്. 46 വയസ്സേ അദ്ദേഹത്തിന് അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഉറക്കത്തിലുണ്ടായ ഹൃദയസ്തംഭനമായിരുന്നു മരണത്തിന് കാരണം. ചലച്ചിത്ര ലോകത്തെ വളരെയധികം ഞെട്ടിച്ച ആ വേർപാട് ഇന്നും മലയാള സിനിമയുടെ തീരാനഷ്ടമായി തന്നെ അവശേഷിക്കുകയും ചെയ്യുന്നു.